പോലീസുകാർക്ക് സംശയമായി. അപ്പോൾ എന്നോട് ചോദിച്ച് സുഡാനിയാണോ അതല്ല വേറെ ഏത് നാട്ടാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണെന്നുള്ള രൂപത്തിൽ തന്നെ നിന്ന്. പക്ഷേ അവർക്ക് സംശയം തീരുന്നില്ല. അവരെന്നെ വിളിച്ച് വേറെ റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ റൂമിൽ 2-3 പോലീസുകാർ എന്നെ ചോദ്യം ചെയ്തു. എൻ്റെ പാസ്പോർട്ട് നോക്കും, എന്നെ നോക്കും. എൻ്റെ പാസ്പോർട്ടിൽ ഫോട്ടോ ഞാനുമായി ഒരു ബന്ധമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുക. ആ സമയത്ത് ഷെഹ്നാക്ക് ഒരു ഫാത്തിഹ ഓതി ഷെഹ്നാനെ മനസ്സിലിങ്ങനെ, കാരണം നമുക്ക് എന്താ അറിയില്ലോ, എയർപോർട്ടിൻ്റെ ഉള്ളിലല്ലേ. ഉടനെ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് ഒരാൾ കയറി വന്ന് സലാം ചൊല്ലി. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരൊക്കെ നീറ്റ്. ആ പോലീസുകാരെല്ലാം നീറ്റ് നിന്ന് വന്ന ആൾ ജവാസ് എന്നാണ് പാസ്പോർട്ട് ചോദിക്കും വലിയ പോലീസുകാരോട്. ആ പാസ്പോർട്ട് അങ്ങ് കൊടുത്ത് എൻ്റെ കൈ പിടിച്ച് നേരെ അങ്ങ് പോയി ഇമിഗ്രേഷൻ്റെ അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് അങ്ങ് കൊടുത്തു. അപ്പോൾ തന്നെ അവർ നോക്കി അടിച്ച് വലിയ ബഹുമാനത്തോടെ തിരിച്ച് കൊടുത്ത് എൻ്റെ കൈയും പിടിച്ച് പിന്നീട് ഇയാൾ മുന്നോട്ട് പോവുകയാണ്. ആരാ എന്താണെന്ന് നമുക്കറിയില്ല. കുറച്ചങ്ങ് ചെന്ന് നമ്മൾ ലിഫ്റ്റ് കോണി അങ്ങ് കയറി അങ്ങ് എത്തിയപ്പോൾ വിഷമിക്കേണ്ടതെന്ന് കേട്ടോന്ന്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഷെയ്ഖുനാണ് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഷെയ്ഖുന ഹാജറാവുന്നു. ഇതൊന്നും സംഭവങ്ങളില്ല. ഇതിനേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ അനുഭവിച്ച ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. ഇതിനേക്കാളും വലുതൊന്നല്ല, പക്ഷെ എന്നാലും എനിക്കും പറയാനുണ്ട് ഇതേപോലത്തെ ഒരു അനുഭവം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി. ഇപ്പോൾ ഏകദേശം 1500 1600 ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഉമ്മയും ഉപ്പയും പോയിട്ട് എത്രയോ തലമുറകൾ ജനിച്ചിട്ടില്ല. പക്ഷെ അന്ന് എനിക്കൊരാഗ്രഹം, ഭൂമി ഒന്ന് ചുറ്റിക്കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി മൊത്തത്തിലായിട്ടല്ല, കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ ആ ഒരു ആഗ്രഹമായിട്ട് ഞാൻ ഷെയ്ഖുനാൻ്റെ പേരിൽ ഒരൊറ്റ ഫാത്തിയാണ്. അങ്ങനെ അന്ന് അപ്പം തന്നെ അവിടെ പിന്നെ എമിഗ്രേഷനും പോലീസുകാരൊന്നുമില്ല. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വന്നിട്ട് ഭൂമിയിൽ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ചുറ്റി കണ്ട് പോയി. പക്ഷെ അന്നൊക്കെ നമ്മൾ ഭൂമി എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഭൂമിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ 2025 ജീവിക്കുമ്പോൾ ഭൂമിനെ കുറിച്ചും മൊത്തത്തിലൊരു സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ചെറിയ ധാരണ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ് അത് ആലോചിച്ചിട്ട്. കാരണം സെയിം ഇതേമാതിരി തന്നെ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഒരു കസാല പോലും ഇതുപോലും അന്ന് ഇതേപോലെ തന്നെ. അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ അങ്ങനെ വന്നിരുന്നപ്പോൾ ഈ കസാലയിൽ തന്നെയാണ് ഞാൻ അന്ന് വന്നിരുന്നത്. ഷെയ്ഖുനാൻ്റെ കറാമത്തുകൾ അല്ലെങ്കിൽ ഷെയ്ഖുനാനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പഠിച്ചവനോടൊന്നും ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു റിക്വസ്റ്റ്, ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കാണിക്കുക. അത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇനി ജനിച്ച് ഭൂമിയിൽ തന്നെ പോകണം. പക്ഷേ ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരാൾക്ക് റോളില്ല. അത് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. ഞാൻ ഇപ്പോൾ എനിക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും ഞാൻ പെട്ടെന്ന് ഷെയ്ഖുനാനെ വിളിക്കണം. ഷെയ്ഖുനാനെ വിളിച്ചാൽ വിളിപ്പുറത്താണ്, സത്യമാണ്. ഇത് മറ്റു മതസ്ഥരൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുതേ. ഞങ്ങളൊരു ഇസ്ലാമിക കാഴ്ചപ്പാടും വിശ്വാസവും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. വേറൊരാളുകൾ കേട്ടത് ഭയങ്കര എന്തോ തള്ളാണെന്ന് കരുതും.